രാജ്യത്ത് എടവപ്പാതി വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെടുന്ന പുതിയ അന്തരീക്ഷ വ്യതിയാനങ്ങളെ തുടർന്ന് അടുത്ത 2 ആഴ്ച രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ മഴ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. തെക്കൻ ബംഗാൾ ഉൾക്കടലിലേക്ക് കടക്കുന്ന MJO, അതായത് മഠൻ ജൂലിയൻ ഓസിലേഷൻ പ്രതിഭാസം മഴമേഘങ്ങളുടെ രൂപീകരണത്തെ വേഗത്തിലാക്കും. പസഫിക് സമുദ്രത്തിൽ ശക്തി പ്രാപിക്കുന്ന എൽ നിനോ മൺസൂണിന് പൊതുവെ ഭീഷണിയാണെങ്കിലും മറ്റ് പ്രാദേശിക ഘടകങ്ങളുടെ സജീവത കാരണം തുടക്കത്തിൽ ലഭിക്കേണ്ട മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ ന്യൂട്രൽ അവസ്ഥയിലുള്ള ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ, അതായത് IOD, വരും മാസങ്ങളിൽ പോസിറ്റീവ് ദിശയിലേക്ക് മാറിയാൽ അത് എൽ നിനോ ഉണ്ടാക്കുന്ന മഴക്കുറവിനെ പ്രതിരോധിക്കാൻ സാധിക്കും. മുൻ ദിവസങ്ങളിൽ കനത്ത മഴ ലഭിച്ച മലയോര മേഖലകളിൽ തുടർച്ചയായി മഴ കാരണം ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതകൾ കൂടുതലാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപനില വ്യതിയാനത്തെ സൂചിപ്പിക്കുന്ന ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ, അതായത് IOD, നിലവിൽ ന്യൂട്രൽ അവസ്ഥയിലാണെന്നാണ് കാലാവസ്ഥാ ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇന്ത്യയിലെ മഴയെ നേരിട്ട് സ്വാധീനിക്കാൻ തക്ക വിധമുള്ള താപനില മാറ്റങ്ങളിലേക്ക് ഇന്ത്യൻ മഹാസമുദ്രം പൂർണ്ണമായി കടന്നിട്ടില്ല. കിഴക്കൻ ഉഷ്ണമേഖല ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കാറ്റിന്റെ ഗതിയെ നിലവിൽ പ്രധാനമായും സ്വാധീനിക്കുന്നത് 3 ഘടകങ്ങളാണ്. 1. ഉഷ്ണമേഖല പടിഞ്ഞാറൻ കാറ്റുകൾ. 2. പടിഞ്ഞാറൻ പസഫിക്കിലെ ടൈഫോണുകൾ. 3. ശക്തി പ്രാപിച്ചു വരുന്ന എൽ നിനോ പ്രഭാവം. പോസിറ്റീവ് IODയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുള്ള തെക്കുകിഴക്കൻ വാണിജ്യക്കാറ്റുകൾ ഇതുവരെ കടലിൽ ശക്തമായി രൂപപ്പെട്ടിട്ടില്ല. എങ്കിലും കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മേഘങ്ങൾ രൂപപ്പെടുന്നത് തുടരുന്നുണ്ട്. ഇത് അന്തരീക്ഷം ഇപ്പോഴും സജീവമാണ് എന്നതിന്റെ സൂചന തന്നെയായിട്ടാണ് കരുതപ്പെടേണ്ടത്. എന്തായാലും താരതമ്യേന ചെറുതായതിനാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കാം. വരും ആഴ്ചകളിൽ എൽ നിനോ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് IOD രൂപപ്പെടുന്നതിന് കാരണമാകാം. പോസിറ്റീവ് IOD അവസ്ഥ ഇന്ത്യയിൽ സാധാരണയായി നല്ല മഴ ലഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. എൽ നിനോ കാരണം ഉണ്ടാകാറുള്ള വരൾച്ചയെയും മഴക്കുറവിനെയും പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ ഈ ഒരു പ്രതിഭാസത്തിന് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇന്തോനേഷ്യൻ തീരത്തെ തണുപ്പും അന്തരീക്ഷ വ്യതിയാനങ്ങളും മറ്റൊരു പ്രധാന കാലാവസ്ഥാ മാറ്റമായിട്ട് ഇന്തോനേഷ്യൻ ദ്വീപുകൾക്കും ജാവയ്ക്കും ചുറ്റുമുള്ള സമുദ്രോപരിതല താപനിലയിലുണ്ടാകുന്ന കുറവാണ്. സീസണൽ അപ്വെല്ലിംഗ് എന്ന പ്രകൃതിദത്ത പ്രക്രിയയിലൂടെ കടലിന്റെ ആഴങ്ങളിൽ നിന്നുള്ള തണുത്ത വെള്ളം മുകളിലേക്ക് ഉയരുന്നതാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ അതിശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇന്ന് 8 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശമായ റെഡ് അലർട്ട് നിലവിലുള്ളത്.